വീട്ടിൽ കയറാൻ പറ്റില്ല. നിന്റെ വീട്ടിൽ കയറിയ കാര്യം കഴിഞ്ഞ് തല്ലി ഓടിച്ച് ആറ്റി കളയെന്നാണ് പറഞ്ഞത്. അഥവാ നീ ഹലോ ആന്റി, മക്കളെയുടെ ആദർശം എവിടെ പറഞ്ഞു ഇവിടെ. അവനെ വിളിച്ചുവിടാ ആന്റി, ഇവിടെ ഇല്ല. വിഷയം എന്തെന്ന് ഈ നമ്മളെ ആദർശം ഉണ്ടല്ലോ, അവന്റെ അമ്മ വിളിച്ചിരുന്നു, അവനെ വീട്ടിൽ കയറ്റില്ലെന്നാണ് പറയണത്. ആ ശരി ശരി, ഞാൻ ഇപ്പൊ ഹേമേശിനെ വിളിക്കാം. നീ എന്നെ വിളിക്കുന്നതിന് അണ്ണെന്താ വന്ന് പറ ഡയറക്റ്റ് കാര്യം പറ, കറക്റ്റ് ആയിട്ട് പറ. നീ ഇവിടെ ഉണ്ടായിരുന്ന ഡേ ആദർശിന് അമ്മ വിളിച്ചിരുന്നു. അവനിന്ന് ചാക്കല്ല എന്നെ വീട്ടിൽ പോകുമ്പോ എന്നെ തല വെട്ടി അവിടെ വയ്ക്കുമെന്നാണ് പറയണത്. അത്രയ്ക്ക് സീനുണ്ടാ? നീ വെയിറ്റ് ഞാൻ അവനെ വിളിക്കില്ല, ആദർശം വിളിക്കില്ലേ. ഹലോടി, നീ അറിഞ്ഞാ നിനക്ക് നീ വീട്ടിൽ കയറാൻ പറ്റില്ല. നിന്റെ വീട്ടിൽ കയറിയ കാര്യം കഴിഞ്ഞ് തല്ലി ഓടിച്ച് ആറ്റി കളയെന്നാണ് പറഞ്ഞത്. അഥവാ നീ ആറ്റി കഴിഞ്ഞ് ഒഴുകി പോയില്ലെങ്കിൽ വെള്ളം വീത്തി ഒഴുക്കി വിടുമെന്ന് പറഞ്ഞാൽ ആ സീന്. പെട്ടെന്ന് നമ്മളുടെ വഴിയിൽ നിൽപ്പുണ്ട്, രായപ്പന്റെ വീട്ടിന്റെ ഫ്രണ്ടിലുണ്ട്. പെട്ടെന്ന് വാ, ടക്കനെ കയറി വാ. എന്താ സീൻ, എന്താ അമ്മ വിളിച്ചിട്ട് എന്താ പറഞ്ഞ പറയണ, പെട്ടെന്ന് പറയണ. എന്താ നീ ചത്തളാ, നീ ചത്ത്, നിന്റെ ചാക്കാല അവിടെ അടുത്ത് വെച്ചിട്ട് പോ. മാമ സമയമായി മാമന്റെ രഥത്തിൽ മാമന്റെ അമ്മ സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകും. ഇപ്പം നിന്റെ അമ്മ അത്രയ്ക്കാണ് പറഞ്ഞത്. ചാക്കാലല്ലേ വെട്ടി അരിയോ എന്തോണം ഓടിച്ചെന്ന് കയറിക്കോട് വീട്ടില്. പോടാ, അങ്ങനെയൊക്കെ പറഞ്ഞാടാ എന്റെ അമ്മ. ഡീ പറഞ്ഞു വന്നാ നിന്നെ ഇന്ന് വീട്ടിൽ കയറ്റൂല. ഞാൻ എന്റെ അമ്മയെ ഒന്ന് വിളിക്കട്ടെ. ഹലോ അമ്മ, ഹലോ പറ അമ്മ, എന്തമ്മ വിളിച്ചേ? എന്താ പ്രശ്നമുണ്ടാ? മക്കളെടെ നീ സമയത്തിന് കഴിക്കാൻ പറഞ്ഞേ. അതിന് അത്രേ ഉള്ളൂ. പക്ഷേ ഞാൻ പേടിച്ചു പോയി. എന്തിനായാലും അവൻ തോക്കി. ഇനി ഒരു ഐഡിയ വേണം, മറ്റേ ജസ്റ്റ് ഫോർ എ പ്രാങ്ക്. നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ഇങ്ങനത്തെ ഫ്രണ്ട്സ്? എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ പൊലിപ്പിച്ച് പറയുന്ന ഒരു ഫ്രണ്ട്സ്? എന്നാൽ ആ ഫ്രണ്ട്സിന് ഈ വീഡിയോ പെട്ടെന്ന് ഷെയർ ചെയ്ത്